ഇ.പി. ജയരാജൻ പ്രതിഷേധം ഇരന്നു വാങ്ങുകയാണ്. ബി.ജെ.പി. അഖിലേന്ത്യാ നേതാവിനെയൊക്കെ വിളിച്ച് വീട്ടിലിരുത്തി രഹസ്യവർത്തമാനം പറഞ്ഞ കേരളത്തിലെ ഏക ഇടതുപക്ഷ കൺവീനറാണ് ജയരാജൻ. ബി.ജെ.പിയുമായി പിണറായിക്കും സംഘത്തിനും വലിയ ബന്ധമാണെന്നും തന്നെ ഒരു ചുക്കും ചെയ്യില്ലെന്നും കരുതിയ ഇ.പി. ജയരാജന് പക്ഷേ കൺവീനർ പണി പോയി. തൊഴിലാളികളുടെ പാർട്ടിയിൽ പ്രവർത്തിച്ച ജയരാജന് ആകെ സമ്പാദ്യം എന്ന് പറയുന്നത് വൈദേകം റിസോർട്ടും കോടികളുടെ ആസ്തിയുമാണെന്ന് പറയുന്നവർ ഏറെയുണ്ട്. ഏതായാലും പാർട്ടിക്ക് അദ്ദേഹത്തെ വേണ്ടെങ്കിലും ഈ സമ്പാദ്യമെല്ലാം ഓർക്കുമ്പോൾ പാർട്ടിയോട് വല്ലാതെ കൂറു തോന്നും ഈ പഴയ വ്യവസായ മന്ത്രിക്ക്. അതാണ് കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ വന്ന് കോൺഗ്രസ് നേതാക്കളെ പുലഭ്യം പറഞ്ഞത്. അത് പല പ്രാവശ്യം നമ്മൾ പ്രതിപാദിച്ചതുകൊണ്ട് ഇനി അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. പക്ഷേ ജയരാജൻ ഇങ്ങനെ വിഡ്ഢിത്തവും വിവരമില്ലായ്മയും ഒക്കെ പറഞ്ഞു നടക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി KM അഭിജിത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് തലയിൽ ഉണ്ടയും വെച്ചുകൊണ്ടാണ് ജയരാജൻ്റെ നടത്തം എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പറയുന്നു എന്ന സംശയം പണ്ടേ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അഭിജിത്ത് പറയുന്നത് ജയരാജൻ്റെ തലയിൽ കളിമണ്ണാണ് എന്നുള്ളതാണ്. മക്കളെയെല്ലാം സാമ്പത്തികമായി കോടീശ്വരന്മാരാക്കി കുടുംബത്തിന് റിസോർട്ടും നിർമ്മിച്ച് നൽകി വലിയൊരു ലെവലിൽ നിൽക്കുന്ന ഇ.പി. ജയരാജൻ പാവങ്ങളെ ഇങ്ങനെ അക്രമത്തിലേക്ക് തള്ളിവിടുകയാണെന്ന സത്യം അഭിജിത്ത് പറഞ്ഞതോടെ അത് CPM പ്രവർത്തകർക്കിടയിൽ പേരാമ്പ്രയിൽ മാത്രമല്ല ഈ സംസ്ഥാനത്ത് തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. ജയരാജന്റെ വാക്കും കേട്ട് വന്നാൽ വന്ന വഴിക്ക് പോകില്ല എന്ന മുന്നറിയിപ്പാണ് മുൻ KSU പ്രസിഡന്റ് കൂടിയായ അഭിജിത്ത് നൽകിയിരിക്കുന്നത്. തൻ്റെ ഇടമുണ്ടെങ്കിൽ ഇന്നലെ പറഞ്ഞത് ഒന്ന് ചെയ്ത് കാണിക്കടോ എന്ന് ജയരാജനോട് ആവശ്യപ്പെട്ടതോടെ മണ്ടയിൽ ഉണ്ടയുള്ളവൻ്റെ ധൈര്യം എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. ഏതായാലും നമുക്ക് അഭിജിത്തിൻ്റെ വാക്കുകൾ കേട്ടു നോക്കാം. ഒരു കാര്യം ഇവിടെ ഉറപ്പാണ്, KM അഭിജിത്ത് പേരാമ്പ്ര പോലെയുള്ള മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യത ഏറെ ഉണ്ട് എന്നുള്ള വാർത്തകൾ കുറേ കാലമായി വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പേരാമ്പ്രയിൽ ജനങ്ങൾ മുഴുവൻ LDFന് എതിരായി മാറുന്നതോടെ അവിടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഷാഫി പറമ്പിൽ, പ്രവീൺ കുമാർ, അഭിജിത്ത് എന്നീ നേതാക്കൾക്ക് ആ നാട് വലിയ ആദരം നൽകുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും അഭിജിത്തിന്റെ വാക്കുകളിലേക്ക്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പറയുകയാണ്, മൂക്കിന്റെ അല്ലേ പോയിട്ടുള്ളൂ, ബാക്കി ഞങ്ങൾ പോക്കും. പിന്നെ ഇയാളങ്ങ് പോക്കാൻ വരുന്ന ആളാണല്ലോ. മൂക്കിന്റെ പാലം മാത്രമേ പോയുള്ളൂ എന്നാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. കൂടുതൽ കളിച്ചാൽ കേരളത്തിലെ ഇ.പി. ജയരാജനെ പറ്റി പലപ്പോഴും പറയാറുണ്ട്, തലയിൽ ഉണ്ടയുമായി നടക്കുന്ന നേതാവാണെന്ന്. പലപ്പോഴും നമ്മളൊക്കെ അതിനെ തമാശ രൂപേണ കേൾക്കാറുണ്ട്. ഇപ്പൊ തലയിൽ ഉണ്ടയല്ല, തലയിൽ തലച്ചോറുമില്ലാതെ കളിമണ്ണുമായി നടക്കുന്ന ആളാണ് ഇ.പി. ജയരാജൻ എന്ന് ഇന്നലെ പേരാമ്പ്രയ്ക്കും കേരളത്തിനും ബോധ്യപ്പെട്ടു. അല്ലെങ്കിൽ പേരാമ്പ്ര പോലൊരു സ്ഥലത്ത് വന്ന് ഈ പരിഷ്കൃത കാലത്താണ്, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പറയുകയാണ്, മൂക്കിന്റെ അല്ലേ പോയിട്ടുള്ളൂ, ബാക്കി ഞങ്ങൾ പോക്കും. പിന്നെ ഇയാളങ്ങ് പോക്കാൻ വരുന്ന ആളാണല്ലോ. അതൊക്കെ ഏത് കാലത്ത് അയാൾ ജീവിക്കുന്നത്? ഞാൻ കൃത്യമായി CPMന്റെ പ്രവർത്തകരോട് പറഞ്ഞു, ജയരാജന്റെ വാക്കും കേട്ടു. ഏതെങ്കിലും ആളുകൾ അത്തരം നടപടികളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, ജയരാജൻ CPM എന്ന് പറയുന്ന പാർട്ടിയെ വെച്ച് ഉണ്ടാക്കിയ ലക്ഷക്കണക്കിന് രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടിനെ പറ്റി കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കേരളം ചർച്ച ചെയ്തതാണ്. വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ആ വൈദേഹം റിസോർട്ട് സ്വന്തമായി ഉണ്ടായത്, അത് പിന്നീട് BJP നേതാവിന് വിൽക്കുന്നത്, അതിൽ നിന്ന് കോടികൾ സമാഹരിക്കുന്നതൊക്കെ നമ്മൾ വാർത്തകൾ കണ്ടാണ്. നിങ്ങൾ ഏതെങ്കിലും CPMകാരൻ ജയരാജന്റെ വാക്കും കേട്ട് ചാടിപ്പുറപ്പെട്ടാൽ നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമായിരിക്കും നഷ്ടം. അല്ലെങ്കിൽ ജയരാജനെ പോലെ കോടിക്കണക്കിന് സ്വത്ത് നിങ്ങൾ സമ്പാദിക്കേണ്ടി വരും. അതില്ല, ജയരാജന്റെ മക്കളൊന്നും കേരളത്തിൽ ഈ പറയുന്ന അടിപിടിക്ക് വരില്ലല്ലോ. ജയരാജന്റെ വീട്ടിൽ നിന്ന് ഒരാൾ വരില്ലല്ലോ. അപ്പൊ തന്റെ മക്കളെയും തന്റെ കുടുംബത്തെയും വലിയ ധനം സമാഹരിച്ചുകൊണ്ട് സുരക്ഷിതമാക്കിക്കൊണ്ട് പാവപ്പെട്ട അണികളോട് നിങ്ങൾ പോയി ആക്രമിക്കൂ എന്ന് പറയുന്ന ആള്, അയാൾ ഈ കാലത്തിന് യോജിച്ച നേതാവേ അല്ല. ഈ തലയിൽ ഉണ്ടയുമില്ല, തലയിൽ തലച്ചോറുമില്ല, കളിമണ്ണുമായി നടക്കുന്ന ജയരാജന്റെ ജൽപ്പനങ്ങളെ പൊതുസമൂഹം പുച്ഛിച്ച് തള്ളിയിരിക്കുന്നു എന്നതാണ് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിന് ശേഷം വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ കാണുന്നത്.